रफ्ता रफ्ता हो मेरे हस्ती का सामा हो गए। रफ्ता रफ्ता हो मेरे हस्ती का सामा हो गए. ഏപ്രിൽ 24-നാണ് ഹാല് നമ്മള് പ്ലാൻ ചെയ്തത്. എന്തൊക്കെയാണ് ഹാലില് ഞങ്ങൾക്ക് കരുതിയ സർപ്രൈസസ്? റൊമാൻറ്റിക് ലവ് എന്റർടൈൻ. ഇപ്പൊ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ പെണ്ണെന്ന് പറഞ്ഞൊരു പാട്ട് കണ്ടതുപോലെ ഇനിയും പാട്ടുകൾ പ്രതീക്ഷിക്കാം. അതാണ് ഒരു ലവ് സ്റ്റോറി, മ്യൂസിക്കൽ ലവ് സ്റ്റോറി. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പണ്ട് നമ്മൾ അനിയത്തി പ്രാവെല്ലാം കണ്ട പോലെ അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ലവ് ഇതിനകത്തൊരു പാർട്ടല്ല, ഇത് കറക്റ്റ് ഇവർ ആൺ പെൺ ഇവരുടെ റിലേഷനിലൂടെ തന്നെ പോകുന്ന ഒരു കഥയാണ്. അതിനകത്ത് ഞാനൊരു പാട്ട് റാപ്പ് ചെയ്തു, പിന്നെ ഒരു പാട്ട് ഒരു മെലഡി പോലത്തെ ഒരു പാട്ട് പാടുകയും ചെയ്തു. അപ്പൊ അതെല്ലാം ഇനി ഇറങ്ങാനുണ്ട്. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ആതിഫ് അസ്ലത്തിന്റെ പാട്ടുണ്ട്, ഹിജർ എന്നാണ് ആ പാട്ടിന്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്, അതും വരാനുണ്ട്. മദ്രാസ്കാരനെ പോലെ തന്നെ വലിയൊരു ഇതാണ് അതിനുണ്ടായിരുന്നു, നല്ല റൊമാൻറ്റിക് ആയിട്ടൊരു ഇതാണ്, ഡാൻസ് കളിച്ച് നല്ലൊരു. ആ കാതൽ സടുകുടു എന്ന് പറഞ്ഞൊരു പാട്ട് റീമിക്സ് ചെയ്തു വീണ്ടും ആ കോപ്പയിൽ തന്നെ. അതെ അതെ, നന്ദുവിന്റെ കൂടെ തന്നെ. നന്ദഗോപനാണ് അതും മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തത്. ഇതില് അവന്റെ തന്നെ കമ്പോസിഷനുമാണ്. അതെ അതെ അതെ, ഞാൻ പാടിയത് പടത്തിൽ അത് പാട്ടായിട്ട് വരുന്നില്ല. നമ്മൾ അതന്നൊരു ടീസർ നോയമ്പും പെരുന്നാളിന്റെ ഒരു വിഷസും ഒക്കെ ആയിട്ട് നമ്മൾ ഇറക്കിയതാണ്. താങ്ക് യു. रफ्ता रफ्ता हो मेरे हस्ती का सामा हो गए. रफ्ता रफ्ता हो मेरे हस्ती का सामा हो गए. റിലീസ് എങ്ങനെയാ? ഏപ്രിൽ 24-നാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹാലിലെ വീഡിയോ സോങ് കഴിഞ്ഞ ദിവസം ഇറങ്ങി. ഞാൻ രാത്രി അതെ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പാട്ടിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ബ്രോയുടെ ഡാൻസ് സ്റ്റെപ്പാണ്. കാരണം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തോന്നുന്നു. അപ്പൊ എത്രത്തോളം കഷ്ടമായിരുന്നു അത്? അതിന്റെ അതായത് നീലനിലവേ എന്ന് പറഞ്ഞ പാട്ട് കൊറിയോഗ്രാഫി ചെയ്ത സാൻഡി മാസ്റ്റർ തന്നെയാണ് ഈ പാട്ടും ചെയ്തത്. അപ്പോൾ സാൻഡി മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അന്ന് എനിക്ക് തന്നത് ഒരു ബേസിക് ലെവൽ ഓഫ് സ്റ്റെപ്പ് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ എനിക്ക് നല്ല രീതിയിൽ പണിയെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇട്ട സ്റ്റെപ്പായിരുന്നു. നമുക്കൊരു 3 to 2 ഡേയ്സോളം റിഹേഴ്സലും ഉണ്ടായി. അപ്പൊ ആ ഒരു ജേർണിയിൽ അത് വലിയ കുഴപ്പമുണ്ടായില്ല. നീലനിലയ്ക്ക് ശേഷം ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു സോങ് അങ്ങനെ ആയിത്തീരട്ടെ. ബോളിവുഡില് നമ്മുടെ ചാക്കോച്ചന് ശേഷം പിന്നെയും ഒരു റൊമാൻറ്റിക് സ്റ്റെപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരാള് ഇനിയിപ്പോ ഷൈനികാണെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. ആക്ഷനേ ഇല്ല. ഇപ്പൊ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു മൂഡേ ഇല്ല. അത് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും ഒരു ലവ് സ്റ്റോറി പോലെ. ഇപ്പൊ സാധാരണ കഥയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടുവരുന്നതിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ലവ് സ്റ്റോറി പോലെ പറഞ്ഞു വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതൊരു പറഞ്ഞിപ്പോ അനിയത്തിപ്രാവ് പോലെ അങ്ങനെ ഒരു ജോണറിൽ പെടാൻ പറ്റുന്ന എന്നാ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്ത സൈഡിൽ കൂടെ പോകുന്നു. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴും ഷൈനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പിന്നെ എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും അങ്ങനെ ഒരെണ്ണം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു, സിനിമയുടെ കാര്യം അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് സിനിമയെ ബാധിക്കും. നല്ല പടം കാണും, നല്ല അവനക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആര് തടഞ്ഞു വെച്ചാലും പുറത്തേക്ക് വരും. അല്ല, ആർഡിക്സ് പോലത്തെ പടങ്ങൾ ഇറങ്ങുമ്പോഴും അതിന് ഷൈനെ കൂടുതൽ ഫോക്കസ് ചെയ്യാത്ത രീതിയിലാണ് അതിന്റെ ബാക്കിയുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം അങ്ങനെ വന്നത് തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ബാക്കിയുള്ളവർ പുഷ് ചെയ്യുന്ന പോലെ തോന്നി. ചേട്ടാ, പെപ്പെ ആണെങ്കിൽ ആക്ഷൻ, ഷെയ്ൻ ആണെങ്കിൽ റൊമാൻസ് എന്നൊരു ഇതുണ്ട്, ആ പാറ്റേൺ തന്നെയാണ് ഇപ്പൊ ഇനി ആക്ഷൻ ചെയ്യുമ്പോൾ നോക്കാം. അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആർഡിക്സിന് ശേഷം ലിറ്റിൽ ഹാർട്ടായിരുന്നു. റൊമാൻസ് ആണല്ലോ ചെയ്യുന്നത്. അതെ, റൊമാൻസ് ആക്ഷന്റെ പടത്തിന്റെ വിഷയം വരുമ്പോൾ നമുക്ക് ആക്ഷൻ നോക്കാം.
നല്ലതാണെങ്കിൽ അതിനേക്കാൾ മേലെ പോകണമെങ്കിൽ നോക്കാം, താഴെയാണെങ്കിൽ ഈ മാസം തന്നെ നോക്കുവാണെങ്കിൽ മലയാളത്തിൽ ഒരുപാട് ഗംഭീര സിനിമകൾ വരാനുണ്ട്. ഇപ്പം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റിംഗ് ആയിട്ടുള്ള ഫിലിം എമ്പുരാൻ അടക്കമുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം മറ്റ് സിനിമകളെയൊക്കെ എങ്ങനെയാണോ നോക്കുന്നത്? എമ്പുരാൻ എല്ലാവരെയും പോലെ തന്നെ വെയിറ്റിംഗ് ആണ്. അതിന്റെ ടീച്ചർ കണ്ട പോലെ തന്നെ പടം കാണണം. എനിക്ക് ഉറപ്പായിട്ട് ലൂസിഫർ കണ്ടപ്പോൾ മുതൽ തന്നെ 2ാം പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ടീച്ചറും കൂടെ കണ്ടപ്പോൾ അതിന്റെ ഇരട്ടിച്ചു കാണാനുള്ള ആഗ്രഹം. ആ ദിവസം കാണുമോ? ഉറപ്പായിട്ടും ആ ദിവസം കണ്ടിരിക്കും. സിനിമ വരാൻ പോവാണ്. അപ്പം പ്രേക്ഷകരോട് എന്തെങ്കിലും ലവ് എൻ്റർടൈനറാണ്, ലവ് മ്യൂസിക്കൽ എൻ്റർടൈനറാണ്. പിന്നെ ഷൈൻ്റെ നല്ല പെർഫോമൻസും നല്ല റൊമാൻസും എല്ലാം ഇതിലുണ്ട്.